അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു, അത് ഈ കാലഘട്ടത്തിൽ ഗവേഷണങ്ങളുമാണ് ഇവിടെ ആദ്യം. അദ്ദേഹം മരണപ്പെട്ട ദിവസമാണ് ആഗസ്റ്റ് 1 ദേശീയ സെമിനാർ ജനറൽ സെക്രട്ടറി അബ്ദുള്ള മുഹമ്മദ് അമാനുള്ള എംബസഡർ ദേശീയ പ്രസിഡന്റ് ശബ്ദങ്ങൾ പഠന കേന്ദ്രം ഗവേഷണ കേന്ദ്രം 3 വർഷങ്ങൾക്ക് മുമ്പ് വികസിതമായ ഒരു കേന്ദ്രമാണ്. ഞങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് അലി ശബ്ദങ്ങൾ മരണപ്പെട്ട് 15 വർഷമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് സ്മാരകങ്ങൾ ഇതിനകം തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായി പൈസ, അതുപോലെ ജീവകാരുടെ പദ്ധതികളായിട്ടുള്ള ശാബ്ദങ്ങൾ, ഡയാലിസിസ് സെന്റർ, ആംബുലൻസുകൾ, ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി അദ്ദേഹം സ്നേഹിച്ച ഒരുപാട് ആളുകൾ പലദിനം അദ്ദേഹത്തെ ഓർത്തുകൊണ്ടിരിക്കുക. അദ്ദേഹം പാവങ്ങളുടെ വേദനകൾക്കൊപ്പം നിലനിന്ന ഒരു വ്യക്തിത്വം നിലയിൽ സാധാരണക്കാരുടെ പ്രയാസങ്ങൾ പറ്റുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഓരോ സ്മരണയും നമ്മുടെ മുമ്പിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ പല മേഖലകളും. അദ്ദേഹം അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അതുപോലെ ബിരുദാനന്തര ബിരുദം കൈറോ യൂണിവേഴ്സിറ്റിയിലാണ്. ലോകത്ത് ഒരുപാട് ഉന്നതരായ രാഷ്ട്രത്തലവന്മാരോടൊപ്പം അദ്ദേഹം പഠനം നടത്തി. അദ്ദേഹത്തിന്റെ അഭിരുചി അറബി സാഹിത്യവും ലോക രാഷ്ട്രീയവും അതുപോലെ ആനുകാലിക അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നാം കാണാത്ത പല മുഖങ്ങൾ, അദ്ദേഹത്തിന്റെ അക്കാഡമിക് ആയിട്ടുള്ള മേഖലകൾ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, വായനയുമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാഹിത്യവും സൂഫിസവും, ഇങ്ങനെയുള്ള സാധാരണക്കാർ കാണാത്ത മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ടാണ്. ശബ്ദങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള മേഖല ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് മുൻ MP, തെലങ്കാന പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റും അതുപോലെ നമ്മുടെയൊക്കെ പ്രസിഡന്റായിട്ടുള്ള ക്രിക്കറ്റ് താരം, മുൻ ക്രിക്കറ്റ് ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള മുഹമ്മദ് അസറുദ്ദീനാണ് മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുക്കുന്നത്. അദ്ദേഹം വരാമെന്നായിരിക്കും. കഴിഞ്ഞ 1-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹം വരാമെന്നായിരിക്കും. മറ്റൊരു വിശിഷ്ടാതിഥി ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദാണ്. അദ്ദേഹവും പങ്കെടുക്കാമെന്നായിട്ടുണ്ട്. യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതുപോലെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് അബ്ദുസ്സമദ് സവദാനി സാഹിബാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം, KP മജീദ് സാഹിബ്, സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ, റഷീദ് അലി ഷിഹാബ് തങ്ങൾ, ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി അബ്ദുൽ മാൻ മാസ്റ്റർ, അതുപോലെ മറ്റു ദേശീയ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെയും ഇതിൽ പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി വിഷയാവതരണങ്ങളും സംഘടിപ്പിച്ചു.